എല്ലാ പ്രിയ കൂട്ടുകാർക്കും കാവ്യരശ്മിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ കാവ്യരശ്മി ഞാൻ എടുത്തിരിക്കുന്നത് ബി മധുസൂദനൻ നായരുടെ അമ്മയുടെ എഴുത്തുകൾ എന്ന ഒരു കവിതയാണ്. അമ്മ തൻ ചിന്മുദ്രയാണീ എഴുത്തുകൾ, തൻ മകനായി പകർന്ന പാൽമുത്തുകൾ. ഇന്നു നാം വീടിന് മോടിക്കൂട്ടുന്നേരമൊന്നായടുക്കി ഒതുക്കി വെക്കട്ടെ ഞാൻ. പട്ടണക്കോപ്പു നിറയ്ക്കയാലി ചില്ലു പെട്ടികൾ തിങ്ങി നിന്നിഷ്ടമാണെൻ്റെയും. കാൽപ്പെട്ടിയിൽ വെച്ചു താഴിട്ടു പിന്നിലെ ചായ്പിലൊളിച്ചാലറിയില്ല കുട്ടികൾ. എത്ര കൗതൂഹലം നോക്കിയാൽ മിണ്ടുമി ചിത്രലേഖത്തിൻ്റെ താളുകൾ. അമ്മതൻ വാത്സല്യമുത്കണ്ഠ സാരോപദേശങ്ങൾ, വേദന പ്രാർത്ഥന നാമസങ്കീർത്തനം, നാട്ടുപുരാണങ്ങൾ വീട്ടുവഴക്കുകൾ, ഊട്ടുത്സവങ്ങൾ വിധപ്പൊലിപ്പാടുകൾ, നാവേറുമന്ത്രം നറുക്കിലപ്പൂവുകൾ. നീർവീഴ്ചയാറ്റാൻ മരുന്നു കുറിപ്പുകൾ നാദമായി വന്നെൻ്റെ നാവിലെ തേനായി. നാഭിയിൽ സ്പന്ദിച്ചതീയുള്ളെഴുത്തുകൾ, ഓരോന്നിനോരോ മൊഴിച്ചന്തമമ്മയാം നേരിൻ്റെ ഈണവും താളവും ഇമ്പവും. അമ്മയ്ക്കു മാത്രം തരാൻ കഴിയുന്നതാം വെണ്മയും ഞാനാകുമോർമതൻ ഭൂമിയും. ഭദ്രമായി തന്നെ ഇരിക്കട്ടെ കുട്ടികൾ, തൊട്ടു വായിച്ചാൽ അശുദ്ധമെന്നോതിനി. എന്തു നവീനം കുലീനം പ്രിയേ നിന്റെ സുന്ദരദൃഷ്ടി, നിന്നിഷ്ടമാണെൻ്റെയും. അമ്മയുടേതാം എഴുത്തുകളൊക്കെയും അമ്മയായി തന്നെ ഒതുങ്ങിയിരിക്കട്ടെ. നമ്മൾ വിദേശത്തു നിർമ്മിച്ചൊരമ്മതൻ ബിംബമീയാദിത്യ ശാലയിൽ ശോഭനം. പൊക്കിളിൻ വള്ളിയടർത്തു കളഞ്ഞു നിൻ പൊൽക്കരൽ കൂട്ടിൻ്റെ ഉള്ളിൽ വന്നപ്പോഴേ പോയ കാലത്തിൻ മധുരങ്ങളിൽ കൊതിയൂറുന്ന ശീലം മറന്നു തുടങ്ങി ഞാൻ. എങ്കിലും അമ്മയോരോർമ്മയായി ആദിമ സംഗീതമായി വന്നു മൂളുന്നിടയ്ക്കിടെ. അമ്മയൊരോർമ്മയി പുത്തൻ പ്രകാശങ്ങൾ ജന്മമാളും വന പ്രാചീന നീലയിൽ മങ്ങിയമർന്നതാമോർമ്മ വല്ലപ്പോഴും നമ്മളോർത്താലുമില്ലെങ്കിലും കാവലാ. പിൻപേ പറക്കും കുളിർമ രക്തത്തിലെ ചൂടായി നിൽക്കുന്ന തന്മയും താളവും. അമ്മയുടേതാം എഴുത്തുകളൊക്കെയും അമ്മയായി തന്നെ ഇരിക്കട്ടെ എപ്പോഴും. ആരു വായിക്കുമീ മായൂമെഴുത്തുകൾ, ആരുടെ നാവിലുയർക്കുമീ ചൊല്ലുകൾ. നാളെ ഈ കുട്ടികൾ ചോദിക്കുമോ, നമ്മളാരുടെ കുട്ടികൾ, ആരുടെ നോവുകൾ. തായ്മൊഴി തന്നീണമെങ്ങനെ, നാവെടുത്തോതുന്നതെങ്ങനെ, ഓർക്കുന്നതെങ്ങനെ. തായ് മനസ്സിൻ്റെ തുടിപ്പുകളെങ്ങനെ, തായ് ചൊല്ലിലൂറിയ താളങ്ങളെങ്ങനെ, താരാട്ടിലോലുന്ന മാധുര്യമെങ്ങനെ, താൻ
വന്നു പിറന്നതുമെങ്ങനെ? ആരു തേടും നാളെ നമ്മുടെ കുട്ടികൾ കോർക്കാനും അമ്മയെ വേണ്ടായിരിക്കുമോ? വീണ്ടും കാണാം അടുത്ത കാവ്യരശ്മിയിലേക്ക്. നന്ദി, നമസ്കാരം. സ്നേഹത്തോടെ ഷഹീൻ എസ്.